ഡോക്ടർ, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ? നമ്മുടെ എല്ലാ ശരീരത്തിലും ബാക്കി എല്ലാ ഭാഗത്തും വരുന്ന പോലത്തെ മുഴകളാണ് ബ്രെയിൻ ട്യൂമർ. അപ്പം ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രശ്നം, ചില ബ്രെയിൻ ട്യൂമർ വളരെ ലേറ്റായിട്ടായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്, ഒരു സിംറ്റം കാണത്തില്ല. നമ്മുടെ ഒരു സാധാരണ ഹെഡേക്കാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ സിംറ്റം. ഹെഡേക്ക് വളരെ അപൂർവമല്ല, കോമൺ ആണ്. പക്ഷേ ഹെഡേക്കിൻ്റെ കോമൺ കാരണം മൈഗ്രെയിൻ അതുപോലുള്ള സൈനസൈറ്റിസും പോലുള്ളതായിരിക്കും. അപ്പം ഹെഡേക്ക് നമുക്കൊരു ട്യൂമറിൻ്റെ സിംറ്റമായിട്ട് എടുക്കാൻ യൂഷ്വലി അതങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഹെഡേക്കിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പാറ്റേൺ മാറുവാണെങ്കിൽ നമ്മളത് ബ്രെയിൻ ട്യൂമറിൻ്റെ സിംറ്റമായിട്ട് എടുക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിറ്റ്യൂട്ടറി ട്യൂമർ വരാം, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. ചെവിയുടെ പുറകിലുള്ള ട്യൂമർ അക്വാസ്റ്റിക് ഷാനോമ എന്ന് പറയുന്നത്, അത് ഹിയറിംഗ് ലോസ് ആയിട്ടാണ് വരുന്നത്. യൂണിയർ ഒരു സൈഡിലെ മാത്രം ഹിയറിംഗ് ലോസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ വലിയ മെനിഞ്ചിയോമുകളൊക്കെ വരുന്നത്, അത് വരുമ്പോൾ അത് ഇരിക്കുന്ന ഏരിയയിൽ, ബ്രെയിനിലെ മോട്ടോർ ഏരിയയിലാണ് വരുന്നതെങ്കിൽ ബലക്കുറവായിട്ടാണ് വരുന്നത്. കൂടിയ ക്യാൻസർ പോലുള്ള ട്യൂമറുകൾ, മെനിഞ്ചിയോമയിലും ക്യാൻസറിൻ്റെ വേരിയേഷൻ ഉണ്ട്. ക്യാൻസർ പോലുള്ള ട്യൂമറുകൾ അതാത് ഭാഗങ്ങളിൽ ഇരിക്കുന്നതും, പിന്നെ ട്യൂമർ വളരുമ്പോൾ ബ്രെയിനിൽ പ്രഷർ കൂടും. ബ്രെയിനിലെ പ്രഷർ കൂടിയിട്ട് ഹെഡേക്കും വോമിറ്റിങ്ങും ഒക്കെ വരും, സെൻസോറിയത്തിന് മോശമൊക്കെ വരും. അപ്പം ഇതൊക്കെയാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ സിംറ്റംസ്. ബ്രെയിൻ ട്യൂമർ, ക്യാൻസറുള്ള ബ്രെയിൻ ട്യൂമറുണ്ട്, ക്യാൻസർ ഇല്ലാത്ത ബ്രെയിൻ ട്യൂമറുണ്ട്. നമുക്ക് 90% ബ്രെയിൻ ട്യൂമറിനും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 95% 100% ട്യൂമേഴ്സിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ചില, ഇപ്പോൾ ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടിയ ട്യൂമറിനാണെങ്കിൽ അത് വളരെ നമുക്ക് ട്രീറ്റ് ചെയ്താലും ചിലപ്പം 3 മാസം 6 മാസത്തിനപ്പുറം രോഗിക്ക് ജീവിതം കാണില്ല. അതേസമയം ചില ട്യൂമറുകൾ, ഈ ഗ്ലയോമ തന്നെ നമുക്ക് 7, 8, 9, 10 ഇയേഴ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ രംഗത്ത് ഒരുപാട് ചികിത്സാ രീതികൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ ബ്രെയിൻ ട്യൂമറിന് നൂതനമായ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ബ്രെയിൻ ട്യൂമറിന് നമ്മൾ ഒത്തിരി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമറിൻ്റെ ടോട്ടൽ എക്സിഷനാണ് നമ്മുടെ ഗോള്. ടോട്ടൽ എക്സിഷൻ്റെ പ്രശ്നം ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫോർഗീവ് ചെയ്യാത്തൊരു ഏരിയയാണ്. വളരെ പ്രിസൈസായിട്ടും വളരെ കൃത്യമായിട്ടും നമുക്ക് ബ്രെയിൻ ട്യൂമർ റിമൂവ് ചെയ്യണം. നമ്മൾ ഇന്നത്തെ അനുസരിച്ച് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ് ഉണ്ട്, ന്യൂറോ നാവിഗേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഏറ്റവും അതിനൂതനമായ ക്രേനിയൽ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ അൾട്രാസൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ തല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ അൾട്രാസൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ കംപ്ലീറ്റ് റിയൽ ടൈമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെയുള്ള നാവിഗേഷനാണ് ട്യൂമറിനെ ഡിലിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞാൽ റിയൽ ടൈം അല്ല, അത് ആൾറെഡി എടുത്തൊരു ഇമേജിൻ്റെ പുറത്താണ്, GPS പോലെ എടുത്തൊരു ഇമേജിൻ്റെ പുറത്താണ് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ ക്രേനിയൽ അൾട്രാസൗണ്ട് വെച്ച് റിയൽ ടൈം, അതായത് ബ്രെയിനിൽ അപ്പം വരുന്ന ചേഞ്ചുകൾ അറിയാൻ പറ്റും. ട്യൂമറിനെ പ്രിസൈസായിട്ട് നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ട്യൂമറിനെ നമുക്ക് സേഫായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്യൂമർ എന്തുമാത്രം ബാക്കിയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതാണ് അൾട്രാസൗണ്ട് എന്നുള്ള ഒരു കാര്യമുള്ളത്. അത് വളരെ അതിനൂതനവും വളരെ എഫക്റ്റീവും ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്ന്, നമ്മുടെ സ്കൾ ബേസിലെ ട്യൂമറുകൾ, എൻഡോസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ സ്കൾ ബേസിലെ മുഴുവൻ ട്യൂമറുകളും 99% ട്യൂമറുകളും എൻഡോസ്കോപ്പ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം പേഷ്യൻറ്റിന് അതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റുകളും പ്രശ്നങ്ങളും വളരെ കുറവായിരിക്കും. നമുക്ക് തല തുറക്കാതെ തന്നെ മെജോറിറ്റി ഓഫ് ട്യൂമറും ചെയ്യാം. പണ്ട് പിറ്റ്യൂട്ടറി ക്യാൻസറിലെ ട്യൂമർ മാത്രമാണ് എൻഡോസ്കോപ്പിൽ ചെയ്യാൻ പറ്റിയത്. ഇത് ബ്രെയിനിൽ അടിഭാഗത്ത്, അതായത് സ്കൾ ബേസിൽ വരുന്ന ഏത് ട്യൂമറും ഈ എൻഡോസ്കോപ്പുകൾ വെച്ച് ചെയ്യാൻ പറ്റും. താങ്ക് യു ഡോക്ടർ.